ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴയ നൈറ്റി ഉപയോഗിച്ച് ഇതുപോലെയുള്ള ഡോർമാറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. പഴയ ഷോള്, ചുരിദാറ് ഇവ ഉപയോഗിച്ചും ചെയ്തെടുക്കാം. ഇത് ഞാൻ പഴയ നൈറ്റി ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി താഴെ കാണുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാൻ നൈറ്റിയിൽ നിന്ന് ഇതുപോലെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി 3 ഇഞ്ചാണ്. ഇതുപോലെയുള്ള തുണിയുടെ പീസ് നമുക്ക് കുറേ അധികം ആവശ്യമായിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ജോയിൻ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് കളറിലുള്ള കുറച്ച് തുണി എടുക്കാം. കട്ട് പീസ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ 14 ഇഞ്ച് വീതിയും 21 ഇഞ്ച് നീളവുമുള്ള ഒരു തുണി എടുക്കണം. ഇനി മുറിച്ച് വെച്ച തുണിയിൽ നിന്ന് ഒരു പീസ് തുണിയെടുത്ത് ഈ തുണിയുടെ ഒരു സൈഡിൽ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു പീസ് തുണി കഴിഞ്ഞാൽ അടുത്ത പീസ് തുണി ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ താഴ്ഭാഗത്ത് വെച്ച് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓപ്പോസിറ്റ് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ തുണി ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഓപ്പോസിറ്റ് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഒരു പീസ് തുണി എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് സെൻറ്റർ ഭാഗം വരെ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് തുണി കഴിഞ്ഞാൽ വേറൊരു പീസ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യണം. വേറൊരു പീസ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.
ഇപ്പോൾ നമ്മുടെ ഡോർമാറ്റ് ഏകദേശം സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. നിങ്ങളുടെ അരികിലുള്ള പഴയ ക്ലോത്ത് ഉപയോഗിച്ച് ഇതുപോലെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.